ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ ടി ബി, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഫ്ലാറ്റ് അല്ലെങ്കിൽ സ്ലൈറ്റ്ലി ബെറ്റർ ഓപ്പണിംഗ് ആണ്. ഏഷ്യൻ മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ജാപ്പനീസ് മാർക്കറ്റുകൾ വീക്കായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. അതേസമയം ചൈനീസ്, ഹോങ്കോങ്, കൊറിയൻ മാർക്കറ്റുകൾ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ലെവലിലാണ് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. കമ്മോഡിറ്റികൾ നോക്കുകയാണെങ്കിൽ ഗോൾഡും ഫ്ലാറ്റ് ലെവലിലാണ്, മറ്റ് കമ്മോഡിറ്റികളും ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ലെവലിൽ തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. സ്പോട്ട് ഗോൾഡ് ട്രേഡ് ചെയ്യുന്നത് $3,361 പെർ ഔൺസിനാണ് ഇന്ന് മോർണിംഗിൽ. അതേസമയം കഴിഞ്ഞ ആഴ്ചയിലത്തെ മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ എല്ലാ മാർക്കറ്റുകളും കഴിഞ്ഞ ആഴ്ചയിൽ വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. ഗോൾഡ് മാത്രമാണ് ബെറ്ററായിട്ട് ക്ലോസ് ചെയ്തിരുന്നത്. അമേരിക്കയിൽ പുറത്തു വന്നിട്ടുള്ള എക്കണോമിക് ഡാറ്റകളെല്ലാം തന്നെ ബിലോ എക്സ്പെക്റ്റേഷൻസ് ആയിരുന്നു. അതിൻ്റെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് അമേരിക്കയിലുണ്ടായിരുന്നു. ഒപ്പം US ഫെഡ് ചെയർമാൻ ജെറോം പവലിനെ നീക്കാനായിട്ട് ട്രംപ് പല നീക്കങ്ങളും നടത്തിയേക്കും എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. അത് തീർച്ചയായിട്ടും അമേരിക്കൻ മാർക്കറ്റിനെ സംബന്ധിച്ച് നെഗറ്റീവാണ്. ഒപ്പം US ഡോളറിന് നെഗറ്റീവാണ്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് കൂടി കഴിഞ്ഞ ആഴ്ചയിൽ അമേരിക്കൻ മാർക്കറ്റിലുണ്ടായിരുന്നു. ഈ ആഴ്ചയിൽ എങ്ങനെയാണ് ഇനി സ്റ്റേറ്റ്മെൻറ്റുകൾ വരാൻ പോകുന്നത്, തീരുമാനങ്ങൾ വരാൻ പോകുന്നത്, അതിനനുസരിച്ചായിരിക്കാം അമേരിക്കയിൽ ഒരു ട്രെൻഡ് കാണാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ മറ്റ് ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ, ഡൊമസ്റ്റിക് ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ പ്രൈം മിനിസ്റ്റർ സ്റ്റേറ്റ്മെൻറ്റ് വളരെ സ്ട്രോങ് ആണ്. യാതൊരു കാരണവശാലും ട്രംപിൻ്റെ തീരുമാനത്തിന് വഴങ്ങിക്കൊടുക്കില്ല എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. ഡൊമസ്റ്റിക് കൺസംഷൻ കൂട്ടിക്കൊണ്ട് താരിഫിൽ ഉണ്ടാവുന്ന നെഗറ്റീവ് ഇമ്പാക്റ്റുകൾ മാറ്റാനുള്ള ആഹ്വാനമാണ് അദ്ദേഹം നൽകിയിട്ടുള്ളത്. തീർച്ചയായിട്ടും വളരെ അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. ഒപ്പം എക്സ്പോർട്ട് ഓറിയൻറ്റഡ് കമ്പനികളെ സംബന്ധിച്ച്, അതായത് താരിഫ് റിലേറ്റഡ് ഇഷ്യൂസിൽ നിന്ന് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാവുന്ന എക്സ്പോർട്ട് റിലേറ്റഡ് സെക്ടേഴ്സിന് ഒരുപക്ഷെ ഗവൺമെൻറ് പല ആനുകൂല്യങ്ങളും നൽകാനുള്ള സാധ്യതകളുണ്ട്. ഇനി നമ്മളെ സംബന്ധിച്ച് Q1 റിസൾട്ടുകൾ തന്നെയാണ് ഈ മേജറായിട്ടുള്ളൊരു ഇവൻ്റായിട്ട് മുന്നിലുള്ളത്. നല്ല Q1 റിസൾട്ടുകൾ പോസ്റ്റ് ചെയ്യുന്ന കമ്പനികളുടെ സ്റ്റോക്കുകളിലൊക്കെ ഒരു ആക്ടിവിറ്റി കണ്ടേക്കാം. അതേസമയം ബിലോ എക്സ്പെക്റ്റേഷൻസ് ആണ് Q1 റിസൾട്ടുകൾ വരുന്നതെങ്കിൽ വീണ്ടും മാർക്കറ്റിലൊരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യതകളൊക്കെയുണ്ട്. എന്നിരുന്നാലും ഓവറോൾ ഇത്തരത്തിലുള്ള നെഗറ്റീവ് ന്യൂസ് ഫ്ലോസ് എല്ലാം തന്നെ ഡിസ്കൗണ്ടഡ് ആണ്. താരിഫ് റിലേറ്റഡ് ന്യൂസ് ഫ്ലോസും ഡിസ്കൗണ്ടഡ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മാർക്കറ്റ് ഒരു പക്ഷേ കൺസോൾട്ടേഷൻ മോഡിലേക്ക് മാറാനുള്ള സാധ്യതകളാണ് കാണുന്നത്. കഴിഞ്ഞ ആഴ്ചയിലത്തെ Q1 റിസൾട്ടുകൾ നോക്കുകയാണെങ്കിൽ കാപ്രി ഗ്ലോബൽ ക്യാപിറ്റൽ, അതുപോലെ തന്നെ ABBയുടെ റവന്യൂ ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആയിരുന്നു. അതേസമയം പ്രോഫിറ്റ് താഴെയായിരുന്നു. ഇതിന് പ്രധാനപ്പെട്ട കാരണം ഫോറക്സ് ഫ്ലക്ച്വേഷനാണ്. പക്ഷേ ലോങ് റണ്ണിൽ നല്ല രീതിയിൽ മുന്നേറാൻ സാധ്യതയുള്ളൊരു സ്റ്റോക്കാണ് ABB. അതോടൊപ്പം തന്നെ ഇന്ന് ഗോഡ്ഫ്രേ ഫിലിപ്സിൻ്റെ ബോണസ് അനൗൺസ്മെൻറ്റ് അപ്രൂവൽ വരികയാണ്. 2:1 ആണ് ബോണസ് റേഷ്യോ അനൗൺസ് ചെയ്തിരുന്നത്. ഒപ്പം Q1 റിസൾട്ടും വരുന്നുണ്ട്. അതിനനുസരിച്ചൊരു ഇമ്പാക്റ്റൊക്കെ നമ്മൾക്ക് ഈ സ്റ്റോക്കിൽ കാണാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ ഇന്ന് ഈ ആഴ്ചയിൽ 8 SME IPOസും അതുപോലെ തന്നെ 3 മെയിൻ ബോർഡ് IPOസും ഉണ്ട്. ഇന്ന് ഓപ്പൺ ചെയ്യുന്ന ഒരു IPO ഉണ്ട്, ഹൈവേ ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ്. അപ്പർ പ്രൈസ് ബാൻഡ് 70 രൂപയാണ്. നമ്മൾ ഇൻവെസ്റ്റേഴ്സിന് സജസ്റ്റ് ചെയ്യാണ്. ഈ IPOയിൽ അപ്ലൈ നന്നായിരിക്കും, ലിസ്റ്റിംഗ് കിട്ടാൻ സാധ്യതയുള്ളൊരു IPO ആണ്. കഴിഞ്ഞ ആഴ്ചയിൽ മെയിൻ ബോർഡ് IPOസിൽ ശ്രീ ലോട്ടസ് ഡെവലപ്പേഴ്സിൻ്റെ റിയൽറ്റി ലിമിറ്റഡ്, MNB എഞ്ചിനീയറിംഗ് ലിമിറ്റഡ്, NSDL 3 IPOസ് നല്ല ഓവർ സബ്സ്ക്രൈബ്ഡ് ആയിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. ഈ ആഴ്ചയിൽ ലിസ്റ്റിംഗ് ഗെയിനോടുകൂടി ലിസ്റ്റ് ചെയ്യാനുള്ള സാധ്യതകളാണ് കാണുന്നത്. IDBI ബാങ്കിൻ്റെ സ്റ്റേക്ക് സെയിൽ Q3 അല്ലെങ്കിൽ Q4 എൻഡ് ചെയ്യുന്നതാണ് ഇൻഡിക്കേഷൻസ് ലഭിക്കുന്നത്. ഫൈനാൻഷ്യൽ ബിഡിംഗ് Q3 ആരംഭിക്കുന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ സ്നൈഡർ ഇലക്ട്രിക് ലിമിറ്റഡ് പാരന്റ് കമ്പനിയിൽ തെമാസക്കിൻ്റെ സ്റ്റേക്കും കൂടി പാരന്റ് കമ്പനി വാങ്ങുകയാണ്. ഒപ്പം ഇന്ത്യയിൽ 3 times കപ്പാസിറ്റി എക്സ്പാൻഷന് പോവുകയാണ്. തീർച്ചയായിട്ടും ഇന്ത്യൻ പവർ സെക്ടർ തന്നെയാണ് 2050 വരെ വലിയ രീതിയിൽ മുന്നേറാൻ പോകുന്നത്. അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് സ്നൈഡർ ഇലക്ട്രിക് ഇൻഫ്രാസ്ട്രക്ചറിന് ലഭിക്കാൻ സാധ്യതയുണ്ട്. ലോങ് റണ്ണിൽ നല്ല രീതിയിൽ മുന്നേറാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്കാണ് സ്നൈഡർ ഇലക്ട്രിക് ഇൻഫ്രാസ്ട്രക്ചർ. ഇനി നമ്മൾ ഓവറോൾ റോൾ ഓവറൊക്കെ നോക്കുകയാണെങ്കിൽ ഓഗസ്റ്റ് മാസത്തേക്കുള്ള ഫ്യൂച്ചേഴ്സ് റോൾ ഓവർ താഴെയാണ്. 75.71% 3 month ആവറേജ് നോക്കുകയാണെങ്കിൽ 78.11% ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഒരു കോഷനെയാണ് മാർക്കറ്റിൽ. ഒപ്പം ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിൻ്റെ ലോങ് ഷോർട്ട് റേഷ്യോ നോക്കുകയാണെങ്കിൽ
9.59% ഇതും ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു കോഷനെ തന്നെയാണ് മാർക്കറ്റിൽ. കഴിഞ്ഞ 4 സീരീസായിട്ട് മാർക്കറ്റ് താഴെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ സെഗ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ മാർക്കറ്റ് നോക്കുകയാണെങ്കിലും 5 മാസം കണ്ടിന്യൂസ് ലോസാണ് ഇന്ത്യൻ മാർക്കറ്റിൽ വന്നിട്ടുള്ളത്. ഇത് 2023 ഓഗസ്റ്റിന് ശേഷം ആദ്യമായിട്ടാണ്. അന്നൊക്കെ ഇത് സംഭവിച്ചതിന് ശേഷം മാർക്കറ്റ് താഴെ പോയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ച് താരിഫ് റിലേറ്റഡ് നെഗറ്റീവ് ന്യൂസും അതുപോലെ തന്നെ Q1 റിസൾട്ടുകൾ മോശമായതിൻ്റെ ഒരു ഇമ്പാക്റ്റ് മാത്രമേ ഉള്ളൂ. മറ്റ് ന്യൂസ് ഫ്ലോസ് എല്ലാം തന്നെ വളരെ പോസിറ്റീവാണ്. പക്ഷേ വേസ്റ്റ് കേസ് സിനാരിയോയിൽ ഫർദർ മാർക്കറ്റിലൊരു സെല്ലിംഗ് പ്രഷർ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിഫ്റ്റി 23,900 24,400 താഴാനുള്ള സാധ്യതകളുണ്ട് അടുത്ത ആഴ്ചകളിൽ. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യണം. അതോടൊപ്പം തന്നെ താരിഫ് റിലേറ്റഡ് ന്യൂസ് ഫ്ലോസ്, മറ്റ് Q1 റിലേറ്റഡ് ന്യൂസ് ഫ്ലോസ് ഒക്കെ ക്ലോസ്ലി വാച്ച് ചെയ്യുക. നല്ല Q1 റിസൾട്ടുകൾ കാഴ്ചവെക്കുന്ന സ്റ്റോക്കുകൾ മാർക്കറ്റ് താഴെ വരുമ്പോൾ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ വാങ്ങാനുള്ള ഡിസിഷൻ എടുക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ സജസ്റ്റ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകൾ മാർക്കറ്റ് വോളാറ്റിലിറ്റിയിൽ താഴെ വരുമ്പോൾ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ വാങ്ങാനുള്ള ഒരു ഡിസിഷൻ എടുക്കുന്നത് നന്നായിരിക്കും. എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്റ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.